നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിൻഡിഗലിൽ നിന്ന് കോർൺവാളിലേക്ക് പോകുന്ന വഴിയാണ്. വളരെ ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും കാഴ്ചകളൊക്കെ കണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് കുറേ ദൂരം ചെന്നപ്പോൾ നല്ല ഒരു റോഡ് കണ്ടു. അതിൻ്റെ രണ്ട് സൈഡിലും വളരെ മനോഹരമായിട്ടുള്ള നല്ല ഗംഭീരമായിട്ടുള്ള കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ത്രില്ലിലാണ് കോർൺവാളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ നീണ്ട ഡ്രൈവിന് ശേഷം ഞങ്ങൾ കോർൺവാളിലെത്തി ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടൽ കണ്ടുപിടിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്ത ഹോട്ടലിൻ്റെ ഡേറ്റ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു ഹോട്ടൽ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോയി. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോർൺവാളിലെ നൂക്യുവിൽ വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ ട്രിപ്പാണ്. ഇവിടെ 2-3 സ്ഥലങ്ങൾ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് പോയി കാണാം. ഓക്കെ, എന്തായാലും ഇന്ന് സണ്ണി ഡേ ആണെന്ന് തോന്നുന്നു. മഴയൊന്നും ഇല്ലായിരിക്കട്ടെ. മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാം. ഈ പുറയിൽ കാണുന്നതാണ് ഇന്നലെ രാത്രി നമ്മൾ താമസിച്ച ഹോട്ടൽ. ഓക്കെ, ഇവിടെ കുറേ ഇതുപോലെ ഹോട്ടലുകളുണ്ട്. ഞങ്ങൾ ആദ്യമേ വേറൊരു ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്ത്. ആ ബുക്കിങ് നമുക്ക് ഡേറ്റ് മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഹോട്ടൽ നമുക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല സ്റ്റേ ആയിരുന്നു. നല്ലൊരു ഉറക്കമൊക്കെ കിട്ടി. അപ്പം രാവിലെ ബാഗൊക്കെ കൊണ്ടുവച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ്. അപ്പം എന്താ നോക്കട്ടെ, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉള്ളതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ കുറേ നേരം ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അടുത്തുള്ളൊരു അസ്റ്റേ സെൻസറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് അതിൻ്റെ ഒരു പാർക്കിങ്ങിൽ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ കുറച്ച് നേരം പാർക്ക് ചെയ്യാം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റേ ഉണ്ടായിരുന്നു? സ്റ്റേ വളരെ നല്ലതായിരുന്നു. നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടിയ ഒരു സ്റ്റേ ആണ്. പക്ഷേ എന്നാലും നല്ല ഹൈജീനായിരുന്നു. നല്ല റൂമല്ല, വിചാരിച്ചാൽ ഇത്ര നല്ല റൂം കിട്ടുമെന്ന്. അതെ, നല്ല റൂമായിരുന്നു. അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യുവാണ്. നമുക്ക് അപ്പുറത്ത് വേറെ പാർക്കിങ്ങിൽ കൊണ്ടുവിടാം. പാർക്കിംഗ് ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഇവിടുത്തെ കോർൺവാളിൽ കാണാനായിട്ടുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ നമ്മൾ കോർൺവാളിലുള്ള നൂക്യുവയിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഞങ്ങളുടെ ലിസ്റ്റിൽ കുറച്ച് സാധനങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബീച്ച് കാര്യങ്ങൾ, ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങളുടെ സമയപരിധിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുന്നത് ബ്ലൂ റീഫ് അക്വേറിയത്തിലേക്കാണ്. അതിനുശേഷം അവിടുന്ന് ഫിസ്ട്രോൾ ബീച്ചിലേക്ക് പോകും. അപ്പോൾ ഈ 2 ആക്ടിവിറ്റീസാണ് അതിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ സൈറ്റ് സീയിങ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഓക്കെ, നല്ല കിടിലൻ സ്ഥലങ്ങളാണ്. അക്വേറിയത്തിലൊക്കെ ഒരുപാട് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ബ്ലൂ റീഫ് അക്വേറിയത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നടന്നു പോകുന്ന വഴി തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഒരുപാട് ഷോപ്പുകളും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ബീച്ചിൻ്റെ വ്യൂ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഐലൻഡ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജും നമുക്ക് കാണാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള ഒരു സീനറി തന്നെയാണ്. അതാരും മിസ് ചെയ്യാൻ പാടില്ല. ഏറ്റവും നല്ല ഒരു വ്യൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
UK തന്നെയുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബീച്ചുകളായതിനാൽ വെള്ളത്തിലൊക്കെ ചാടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടുന്ന് തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. നിങ്ങളിപ്പോൾ ആ ദൂരെ കാണുന്നതാണ് ടോവാൻ ബീച്ച് എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള, ഞങ്ങൾ ആദ്യം തന്നെ വന്നപ്പോൾ ഒരു ബീച്ച് കണ്ടത്, ഏറ്റവും ഭംഗിയുള്ള ബീച്ച് കണ്ടത് ഇതാണ്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ബീച്ച് എന്ന് പറയുന്നത് ബ്ലൂ റീഫ് അക്വേറിയത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയുള്ള ബീച്ചാണ്. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മനോഹരമായിട്ടുള്ള ബീച്ച്. ഇതുപോലെ തന്നെ കളർഫുൾ ആയിരുന്നു അവിടെ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്ഥലം നേരിട്ട് പോയി കാണുക. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അങ്ങ് ദൂരെ കരയിൽ നിന്ന് ഒരു ഐലൻഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ബ്രിഡ്ജ് കണ്ടോ? അതാണ് ദ ഐലൻഡ് ഹൗസ് ബ്രിഡ്ജ്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് എൻട്രി സാധ്യമല്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് താഴേക്കിറങ്ങി ബ്ലൂ റീഫ് അക്വേറിയത്തിലേക്ക് പോയി. നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ബ്ലൂ റീഫ് അക്വേറിയം. ഇവിടെ നിന്നുകൊണ്ടുള്ള ബീച്ചിൻ്റെ വ്യൂസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ ഞങ്ങൾ ബ്ലൂ റീഫ് അക്വേറിയത്തിൻ്റെ എൻട്രൻസിലെത്തി. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എൻട്രി ചെയ്യേണ്ട ടൈം കറക്റ്റായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ എൻട്രൻസിൽ വെയിറ്റ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക. ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ബ്ലൂ റീഫ് അക്വേറിയത്തിൻ്റെ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അതുപോലെ തന്നെ കടലിൽ ചാടാനും കടൽ വെള്ളത്തിൽ കുളിക്കാനും ഒക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു ബീച്ച് ഉണ്ട് അവിടെ. ഫിസ്റ്റൽ ബീച്ച് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.